പരിശുദ്ധ പരമദ്വീപികാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയുണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദ്വീപികാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയുണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദ്വീപികാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയുണ്ടായിരിക്കട്ടെ. ഈ പ്രഭാതത്തിൽ തമ്പുരാൻ നൽകിയ വലിയ അനുഗ്രഹങ്ങളെ ഓർത്ത് നമുക്ക് നന്ദി പറയാം. അവിടുത്തെ സുന്നദ്ധിയിലായിരിക്കാൻ സാധിച്ചു തന്നെ വലിയൊരു അനുഗ്രഹമാണ്. സ്നേഹം അത് മറ്റുള്ളവർക്കായി പങ്കുവെച്ചു കൊടുക്കുവാനായിട്ട് ഇന്ന് നമ്മോട് തമ്പുരാൻ ആവശ്യപ്പെടുകയാണ്. ഈശോയുടെ വലിയ സ്നേഹം ഇന്ന് നമുക്ക് നൽകുകയാണ്. കാരണം ഈ പ്രഭാതത്തിൽ അവിടുത്തെ സ്വരത്തിലായിരിക്കുവാനായിട്ട് നമ്മെ അനുവദിച്ചു. നമ്മളോട് സ്നേഹമാണ്. ഈ സ്നേഹത്തെ നമ്മുടെ ജീവനെ ഇന്ന് മറ്റുള്ളവർക്ക് മുമ്പിലായിട്ട് തമ്പുരാൻ സമർപ്പിക്കുന്നത് ഈശോയുടെ സ്നേഹം മറ്റുള്ളവർക്ക് കൊടുക്കണം എന്നുള്ള വലിയൊരു ആഗ്രഹത്തോടു കൂടിയാണ്. മത്തായിയുടെ സുവിശേഷം 25:40 ഇങ്ങനെ വായിക്കുന്നു നാം: എൻ്റെ ഏറ്റവും എളിയ സഹോദരന്മാരിൽ ഒരുവന് നിങ്ങൾ ചെയ്തു കൊടുത്തപ്പോൾ എനിക്ക് തന്നെയാണ് ചെയ്തു തന്നത്. ഈ വചനം എത്രമാത്രം ആഴമുള്ളതും പ്രചോദനം നൽകുന്നതുമാണ് നമുക്ക് ചിന്തിക്കാം. ഇന്ന് ഈ പ്രഭാതത്തിൽ നമ്മെ തമ്പുരാൻ ഉയർത്തിയിരിക്കുന്നത്, ഉണർത്തിയിരിക്കുന്നത്, ജീവൻ നൽകി നമ്മെ നമ്മുടെ ജീവിത വഴികളിലേക്ക് ഇറക്കിവിടുന്നത് ഈ ഒരു കാര്യത്തിന് വേണ്ടിയാണ്. മത്തായി 25:40 വേണ്ടിയിട്ടാണ്. ഈ എളിയ സഹോദരൻ നിങ്ങൾ ചെയ്തപ്പോഴൊക്കെ എനിക്ക് തന്നെയാണ് ചെയ്തു തന്നത് എന്ന്. ഓരോ പ്രഭാതത്തിലും ഈ ഒരു വലിയ ചിന്ത നമ്മുടെ മനസ്സിലുണ്ടാവട്ടെ. ഇന്ന് തമ്പുരാൻ എന്നെ ഉണർത്തിയത്, ഇന്ന് എന്നെ ജോലി സ്ഥലത്തിലേക്ക് വിടുന്നത്, അല്ലെങ്കിൽ സ്കൂളിലേക്ക് വിടുന്നത് എവിടേക്കാണോ അവരെല്ലാം ഈശോയുടെ സ്നേഹം പ്രസരിപ്പിക്കാൻ വേണ്ടിയാണ്. അതാണ് ഈശോ നമ്മോട് ആവശ്യപ്പെടുന്നത്. നമ്മുടെ സമൂഹത്തിൽ, നമ്മുടെ സഹോദരി സഹോദരന്മാരിൽ അവിടുത്തെ കണ്ടുമുട്ടാനാണ്. പ്രത്യേകിച്ച് ദരിദ്രരിലും നിന്ദിതരിലും ഉപേക്ഷിക്കപ്പെട്ടവരിലും ക്രിസ്തുവിനെ ദർശിക്കുവാൻ അവിടെ നമ്മെ ക്ഷണിക്കുകയാണ്. ഇത് വെറുമൊരു സാമൂഹിക സേവനമായി ഒതുങ്ങുന്നില്ല, മറിച്ച് ഇതൊരു ആത്മീയ കൂടിക്കാഴ്ചയാണ്. ഈശോ പറയുന്നുണ്ടല്ലോ മത്തായി 25:40, എൻ്റെ ഏറ്റവും വലിയ സഹോദരൻ ഒരുവൻ ചെയ്തപ്പോൾ എനിക്ക് തന്നെയാണ് ചെയ്തു തന്നത് എന്ന്. അത്ര ആഴമേറിയ ദൗത്യമാണ് ഈശോ നമ്മെ ഏൽപ്പിച്ചിരിക്കുക. നമ്മുടെ ചുറ്റുപാട് നമുക്കൊന്ന് നോക്കാം. ഈ ദീപികാരുണ്യത്തിന് മുമ്പിൽ ഇരുന്നു കൊണ്ട് നമുക്കൊന്ന് പരിശോധിക്കാം. എത്രയോ പേര് നമ്മുടെ സഹായം ആവശ്യമുള്ളവരായിട്ട് നമ്മുടെ ചുറ്റുവട്ടമുണ്ട്. എത്രയോ പേരുണ്ട്. വിശക്കുന്നവർ, രോഗികളായിട്ടുള്ളവർ, പാർശ്വവൽക്കരിക്കപ്പെട്ടവർ, ഒറ്റപ്പെട്ടവർ, ഇവരിലെല്ലാം നാം ക്രിസ്തുവിനെ കാണാൻ ശ്രമിക്കണം. ഇതൊരു വെറും കടമയായിട്ടല്ല, ഒരു സേവനമായിട്ടല്ല, ഇത് സ്നേഹത്തിൻ്റെ ഒരു യഥാർത്ഥ പ്രവൃത്തിയായിട്ട് മാറ്റാൻ നമുക്ക് സാധിക്കുമോ? എൻ്റെ കയ്യിൽ ധാരാളം ഉള്ളതുകൊണ്ട് കൊടുക്കുന്നതല്ല. സ്നേഹത്തിൻ്റെ വലിയൊരു പ്രവൃത്തിയായിട്ട്, സ്നേഹത്തിൻ്റെ ആഴമുള്ള ഒരു പ്രവൃത്തിയായി നിൻ്റെ ചുറ്റുപാടും നോക്കി സഹായം അർഹിക്കുന്നവരിലേക്ക് നിൻ്റെ സ്നേഹത്തിൻ്റെ ആ വലിയ നീരൊഴുക്ക് ഉണ്ടാക്കാനായിട്ട് സാധിക്കണം. അതിനുവേണ്ടിയാണ് ഈ പ്രഭാതത്തിൽ അവിടുന്ന് നമ്മെ വിളിച്ചുണർത്തിയതും അവിടുത്തെ ഈ സഭയത്തിലായിരിക്കാൻ നമ്മെ അനുവദിച്ചത്. ഈശോ പറയുകയാണ്, ഇന്ന് നീ കണ്ടുമുട്ടുന്ന ഓരോരുത്തരിലും ആ വ്യക്തിയിൽ ഞാൻ തന്നെയാണുള്ളത്. അങ്ങനെയെങ്കിൽ ഇന്ന് നമ്മൾ കണ്ടുമുട്ടുന്ന ഓരോ വ്യക്തിയിലും ഈശോയാണ് ഉള്ളത് എങ്കിൽ ആ കൂടിക്കാഴ്ച എത്ര മനോഹരമായിരിക്കും. ഈശോയ്ക്ക് നമ്മളെങ്ങനെയായിരിക്കും ഓരോ ശുശ്രൂഷ ചെയ്തു കൊടുക്കുക? അതുപോലെ ഉപേക്ഷിക്കപ്പെട്ടവരിൽ, നിന്ദിതരിൽ, ദരിദ്രരിൽ, അവഗണിക്കപ്പെട്ടവരിൽ, ഇവരിലേക്ക് സ്നേഹത്തിൻ്റെ കൂടിക്കാഴ്ചയായി നമുക്ക് കടന്നിയല്ല. നമ്മുടെ എളിയ ചെറിയ പ്രവർത്തനങ്ങളായിക്കൊള്ളട്ടെ, അത് ക്രിസ്തുവിന് വേണ്ടിയുള്ള പ്രവൃത്തിയാണെന്ന് നമുക്ക് തിരിച്ചറിയാം. ഈ പ്രഭാതത്തിൽ
നമ്മുടെ കണ്ണുകൾ നമുക്ക് തുറക്കാം. നമ്മുടെ ഹൃദയങ്ങൾ വികസിക്കട്ടെ. നമ്മുടെ കാഴ്ചപ്പാടുകൾ മാറട്ടെ. നമ്മുടെ ചുറ്റുമുള്ള ഓരോ വ്യക്തിയിലേക്കും നമ്മുടെ നോട്ടങ്ങളെത്തട്ടെ. അവിടെ ക്രിസ്തുവിൻ്റെ മുഖം കാണാൻ നമുക്ക് സാധിക്കട്ടെ. നമ്മുടെ വാക്കുകളിലൂടെയും പ്രവൃത്തികളിലൂടെയും ആ സ്നേഹം നമുക്ക് പ്രസരിപ്പിക്കാം. അങ്ങനെ നമ്മുടെ ജീവിതം സ്നേഹത്തിൻ്റെയും സേവനത്തിൻ്റെയും ഒരു സുഗന്ധ ബലിയായി, ഒരു ആത്മീയ ബലിയായി ഈശോ കാൽവരിയിൽ നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരമായി ബലിയായി തീർന്നതുപോലെ നമ്മുടെ കുഞ്ഞു കുഞ്ഞു പ്രവൃത്തികളിലൂടെ, ചെറിയ ചെറിയ ആത്മീയ പ്രവൃത്തികളിലൂടെ മറ്റുള്ളവരിലേക്ക് തുറന്നിരിക്കുന്ന സ്നേഹം നിറഞ്ഞ ആ ഹൃദയത്തോടെ എല്ലാവരിലേക്കും വ്യവസ്ഥകളില്ലാതെ സ്നേഹിക്കുന്ന ആ ഈശോയുടെ സ്നേഹം സമൃദ്ധമായി കൊടുക്കാം. ഉപേക്ഷിക്കപ്പെട്ടവരിൽ നിന്നവരിലും ദരിദ്രരിലുമൊക്കെ ഈശോയുടെ മുഖം കാണാൻ നമുക്ക് സാധിച്ചാൽ നമ്മൾ ഭാഗ്യവാന്മാരായി മാറും, ഭാഗ്യവതികളായി മാറും. ഈശോയോട് പ്രാർത്ഥിക്കാം. ദിവ്യകാരുണ്യനാഥ, എൻ്റെ മുമ്പിൽ വരുന്നവരെല്ലാം നിൻ്റെ തന്നെ സാന്നിധ്യമാണ് തിരിച്ചറിഞ്ഞുകൊണ്ട് ശുശ്രൂഷ ചെയ്യുവാനുള്ള കൃപയ്ക്കായി, കരുണയ്ക്കായി, ആ വലിയൊരു തിരിച്ചറിവിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ഹൃദയത്തെ പരിവർത്തനമേ, ഞങ്ങളുടെ ഹൃദയത്തിന് പരിവർത്തനം നടത്തണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈശോയെ, ദിവ്യകാരുണ്യനാഥ, എൻ്റെ കുറവുകൾ, എൻ്റെ വേദനകൾ, എൻ്റെ സങ്കടങ്ങൾ, അതെല്ലാം ഈശോയെ നിനക്ക് സമർപ്പിക്കുന്നു. സ്നേഹിതരിലൂടെ, ബന്ധുമിത്രാദികളിലൂടെ, സഹപ്രവർത്തകരിലൂടെ, എല്ലാവരിലൂടെയും കിട്ടിക്കൊണ്ടിരിക്കുന്ന എല്ലാ സങ്കടങ്ങളും ഈശോയെ നിൻ്റെ തിരിച്ച് സ്നേഹം നൽകിക്കൊണ്ട്, അവരെ അനുഗ്രഹിച്ചുകൊണ്ട്, അവർക്ക് കൂടുതൽ നന്മയുണ്ടാകാൻ ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട്, അവരിലേക്ക് കൂടുതൽ ദൈവകൃപകൾ നിറഞ്ഞാൻ വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട്, ഈശോയെ നിന്നെ ഞങ്ങൾ ആരാധിക്കുകയും സ്തുതിക്കുകയും നിനക്ക് ഞങ്ങൾ നന്ദി പറയുകയും ചെയ്യുന്നു. ഓ പരമകാരുണ്യവാനായ ഈശോയെ, ഞങ്ങളുടെ കുറവുകളിൽ, ഞങ്ങളുടെ വേദനകളിൽ, ഞങ്ങളുടെ സങ്കടങ്ങളിൽ, ഞങ്ങളുടെ ഇല്ലായ്മകളിൽ ഈശോയുടെ നിൻ്റെ നിറവ്, നിൻ്റെ സ്നേഹം, നിൻ്റെ സാന്നിധ്യം ഞങ്ങൾ അനുഭവിച്ചറിയുന്നു. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയുണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയുണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയുണ്ടായിരിക്കട്ടെ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നമ്മെല്ലാവരോടും